ലോകത്തിലെ തന്നെ അതിനവീന എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് F-22 റാപ്റ്റർ ആണ്. ഇങ്ങനെയുള്ള F-22 റാപ്റ്ററിന് ഒരു കോമ്പറ്റീറ്ററായി അതിനവീന 6ാം തലമുറ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഒരു എഗ്രിമെന്റിൽ 3 രാജ്യങ്ങൾ ചേർന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യമായിരിക്കും അമേരിക്കയേക്കാൾ ടെക്നോളജിക്കലി മുന്നിലുള്ളത്? ഏത് രാജ്യത്തിന് ഇങ്ങനെയുള്ള ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പറ്റും? ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോഴാണ് അതിനുത്തരമായി ജപ്പാൻ കടന്നു വരുന്നത്. ജപ്പാൻ ആദ്യമായി അവരുടെ 6ാം തലമുറ യുദ്ധവിമാനം, ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനമായിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് 6ാം തലമുറ യുദ്ധവിമാനമായി മാറാൻ പോകുന്നു. ജപ്പാനോടൊപ്പം ചേർന്ന് UK-യും ഇറ്റലിയും F-22 റാപ്റ്ററിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള വിമാനത്തെ അമേരിക്കയ്ക്ക് കോമ്പറ്റേറ്ററായി നിർമ്മിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് പുറത്തുവിട്ടു. ഏതായിരിക്കും ആ ഒരു വിമാനം? ഈ വിമാനം എങ്ങനെ F-22 റാപ്റ്ററിനേക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആകുമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജപ്പാൻ 2ാം ലോക മഹായുദ്ധകാലത്ത് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും വരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സാമ്രാജ്യം എന്ന് പറയാം. ജപ്പാന് തുടക്കം നല്ലതായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധം അവസാന ഘട്ടത്തിൽ ജപ്പാൻ അവരുടെ ചരിത്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് മറക്കുന്ന തരത്തിൽ ആ ഓർമ്മകളെ ജാപ്പനീസ് ജനത വെറുക്കുന്നു. അത്രയ്ക്കും മോശമായ നാശനഷ്ടങ്ങൾ ജപ്പാന് ഈ 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ അണുബോംബ് മൂലം മരണപ്പെട്ടു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ജപ്പാനും കീഴടങ്ങി. അപ്പോഴാണ് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്: എപ്പോഴായാലും ജപ്പാൻ എന്ന രാജ്യം അമേരിക്കയ്ക്കെതിരെ തിരിയും. കാരണം അത്രത്തോളം ദ്രോഹം അമേരിക്ക ജപ്പാനെതിരെ ചെയ്തിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ജപ്പാനിൽ ആ ഒരു അണുബോംബ് വിക്ഷേപിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ലായിരുന്നു. എന്നാൽ അമേരിക്ക നിർമ്മിച്ച അണുബോംബുകൾ ലോകം കാണണം, ലോകത്തിന് മുന്നിൽ തങ്ങൾ ഒരു സൂപ്പർ പവർ രാജ്യമായി അറിയിക്കണം എന്ന് കരുതി ജപ്പാന് ഒരു ടെസ്റ്റിംഗ് ഫീൽഡായി അവർ ഉപയോഗിച്ചു. മാത്രമല്ല, ഹിരോഷിമ നാഗസാക്കിയിൽ അവരുടെ 2 അണുബോംബുകൾ വിക്ഷേപിച്ചു. ലോകത്തിൽ വെച്ച് തന്നെ അതിക്രൂരമായ നാശമാണ് ജപ്പാനിൽ അന്ന് ഏർപ്പെടുത്തിയത്. എന്നാൽ അതിനുശേഷമെങ്കിലും, ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമെങ്കിലും ജപ്പാനെ അമേരിക്ക വെറുതെ വിട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോഴും അമേരിക്കയുടെ കൈപ്പിടിക്കുള്ളിൽ തന്നെയാണ് ജപ്പാനുള്ളത്. പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നാം ജപ്പാൻ ഒരു സെപ്പറേറ്റ് രാജ്യമല്ലേ, അമേരിക്ക ഒരു സെപ്പറേറ്റ് രാജ്യമല്ലേ, എങ്ങനെ അമേരിക്ക ജപ്പാനെ കൺട്രോൾ ചെയ്യുന്നു എന്ന്. പക്ഷെ ജപ്പാനിൽ നിരവധി അമേരിക്കൻ എയർബേസസും അതുപോലെ തന്നെ അവരുടെ മിലിറ്ററി ബേസസും ഉണ്ട്. ജപ്പാൻ ഭരണകൂടം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയണമെങ്കിൽ ജപ്പാന്റെ മിലിറ്ററി വിഭാഗത്തിൽ ഇപ്പോഴും അമേരിക്കയുടെ ഇടപെടലുണ്ട് എന്ന് പറയാം. ജപ്പാനിൽ അമേരിക്കൻ ബേസസ് ഉള്ളതിന്റെ പ്രധാന കാരണമായി അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായും അവിടെ അത് വെച്ചിട്ടുള്ളത് റഷ്യയെ എതിർക്കാനും കിഴക്ക് ചൈനക്കടലിലും പസഫിക് ഓഷ്യനിലും ചൈനയുടെ ആധിപത്യം വളരാതിരിക്കാനും വേണ്ടിയെന്നാണ്. ജപ്പാന്റെ സെൽഫ് ഡിഫൻസ് ഫോഴ്സിനും ജപ്പാന്റെ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിനും അധികമായ ക്യാപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്തു കൊടുക്കാനാണ് ഞങ്ങൾ ഞങ്ങളുടെ സൈനികരെയും ഞങ്ങളുടെ വിമാനങ്ങളെയും കൊണ്ട് നിർത്തിവച്ചിരിക്കുന്നത് എന്ന് അമേരിക്ക പറയുന്നു. പക്ഷെ ശരിക്കുമുള്ള കാരണം ഇത് മാത്രമല്ല. ജപ്പാൻ ഇവരുടെ കയ്യിൽ നിന്നും പോകാൻ പാടില്ല. എങ്ങനെ ജർമ്മനി ഒരു കാലഘട്ടത്തിന് ശേഷം കീഴടക്കാൻ ശ്രമിച്ചോ, അതുപോലെ ജപ്പാനിലും ഇൻഡയറക്റ്റ് ആയി ഒരു പ്രഷർ കൊടുത്ത് കുറച്ചായി ഒതുക്കി അവരുടെ മിലിറ്ററി ബേസസ് വളരാത്ത രീതിയിൽ അമേരിക്കയുടെ പ്രസൻസ് ഇപ്പോഴും ജപ്പാനിലുണ്ട്. പക്ഷെ അമേരിക്കയെ വിശ്വസിക്കാൻ പാടില്ല, അതിന് ചരിത്രം സാക്ഷിയാണെന്ന കാര്യം ജപ്പാനും അറിയാം. അമേരിക്കയ്ക്ക് അവർക്ക് സ്വന്തമായി F-22 റാപ്റ്റർ എന്ന അതിനവീന യുദ്ധവിമാനമുണ്ട്. എന്നാൽ ജപ്പാന് 5ാം തലമുറ വിമാനം അവരുടെ ആഭ്യന്തരമായി നിർമ്മിച്ച യാതൊരു വിമാനവും ഇതുവരെയില്ല. അമേരിക്ക F-35 വിമാനങ്ങൾ ജപ്പാന് കൊടുത്തിട്ടുണ്ട്. ഇത് ജപ്പാനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് കൊടുത്തതൊന്നുമല്ല, റഷ്യയെയും ചൈനയെയും വലിയ രീതിയിൽ നേരിടാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനാണ്. അമേരിക്കയ്ക്ക് ഇപ്പോഴും ഒരു വിചാരമുണ്ട്: ജപ്പാന് എന്ത് ടെക്നോളജി അമേരിക്ക കൊടുത്താലും അവർ ഒന്നും പറയാതെ അത് വാങ്ങിച്ചോളൂ. ഇപ്പോഴും ജപ്പാൻ അമേരിക്ക കീഴിലാണുള്ളത് എന്ന വിചാരത്തോടെയാണ് ഏതൊരു 5th ജെൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിലും ജപ്പാനെ ഉൾപ്പെടുത്താത്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജപ്പാൻ അവർക്ക് ആവശ്യമായ 5th ജെൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കണമെന്ന വിചാരത്തിൽ മിത്സുബിഷി എഫക്സ് എന്ന പ്രോഗ്രാമിലേക്ക് ഇറങ്ങുന്നത്. ജപ്പാൻ ആസ്ഥാനമായ ഈ മിത്സുബിഷി സ്ഥാപനം ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുമെന്ന ഒരു അനൗൺസ്മെന്റും പുറത്തുവിട്ടു. ഈ ഒരു എയർക്രാഫ്റ്റ് F-22 റാപ്റ്ററിനേക്കാൾ സൈസിൽ വലുതായിരിക്കും.
അതുപോലെ തന്നെ F-22 റാപ്റ്ററിൽ കൊണ്ടുപോകുന്ന പേലോഡ്സിനേക്കാൾ 10 മടങ്ങ് പേലോഡ്സ് ഈ ഒരു വിമാനത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന ഒരു വലിയ അനൗൺസ്മെന്റ് ജപ്പാൻ പുറത്തുവിട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റ് 2 രാജ്യങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ അംഗങ്ങളാകുന്നത്. അങ്ങനെ ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഒരു വിമാനം നിർമ്മിക്കാം, അത് 3 രാജ്യങ്ങളും കൂടി ചേർന്ന് ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലെത്തുന്നു. അങ്ങനെ ജപ്പാനുമായി ചേർന്ന് UK-യുടെ ബേസ് സിസ്റ്റംസ് എന്ന സ്ഥാപനവും ഇറ്റലിയുടെ സ്ഥാപനവും ചേർന്ന് ഗ്രൂപ്പായി ഈ വിമാനം നിർമ്മിക്കാമെന്ന തീരുമാനത്തിലെത്തി. UK-യുടെ പക്കലും അവർ സ്വന്തമായി നിർമ്മിച്ച 5th ജെൻ എയർക്രാഫ്റ്റ് ഇല്ല. പകരം അമേരിക്കയുടെ F-35 വിമാനങ്ങളാണ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധിക ദിവസം അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നത് UK-ക്കും അറിയാം. ഈ F-35 വിമാനങ്ങൾ വേണ്ട എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം അത്രത്തോളം പ്രശ്നം ഈ F-35 വിമാനങ്ങളിലുണ്ട്. F-35 വിമാനം എന്ത് തന്നെ അതൊരു സൂപ്പർസോണിക് വിമാനമാണെന്ന് പറഞ്ഞാലും അധിക സമയം ഇതിന് സൂപ്പർസോണിക് വേഗതയിൽ തുടരാൻ പറ്റില്ല. ഇനി അഥവാ ഈ F-35 വിമാനം അധിക സമയം സൂപ്പർസോണിക് വേഗതയിൽ പറന്നു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെൽത്ത് കോട്ടിംഗ് എല്ലാം പോകുമെന്ന് പറയപ്പെടുന്നു. അതുമാത്രമല്ല, റഫായ ഒരു കാലാവസ്ഥയിൽ, അതായത് ഒരു യുദ്ധവിമാനം നിർമ്മിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ Su-30, റഷ്യയുടെ Su-57 ഈ വിമാനങ്ങളൊക്കെ എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ F-35 അങ്ങനെയല്ല. ഇടിമിന്നലുള്ള സമയത്ത് ഈ F-35 പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റെൽത്തിന് പ്രോബ്ലം വരും. മാത്രമല്ല അത് ഈ വിമാനത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ എൻജിൻസ് ആണ്. ഈ F-35 എൻജിൻസ് എന്ന് പറയുന്നത് അധിക റിലയബിൾ ആയ എൻജിൻസ് അല്ല. അഥവാ ഹൈ സ്പീഡിൽ ഈ എൻജിൻ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സർവീസ് പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങൾ എൻജിനിൽ ഉണ്ടാകും. പിന്നീട് എൻജിൻ മുഴുവനായി മാറ്റിവെക്കേണ്ടി വരും. ഇങ്ങനെ F-35 എൻജിനെ കുറിച്ച് നിരവധി ആരോപണങ്ങളുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ F-35 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ പോലും ഇനി F-35 വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം രാജ്യത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടേതായ 5th ജെൻ എയർക്രാഫ്റ്റ് സ്വന്തമായി നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ 3 രാജ്യങ്ങൾ ജപ്പാൻ, UK, ഇറ്റലി ഇവർ 3 പേരും കൂടി നിർമ്മിക്കാൻ പോകുന്ന എയർക്രാഫ്റ്റ് 5th ജെൻ ആയിരിക്കില്ല, 6th ജെൻ ആയിരിക്കുമെന്ന അറിയിപ്പ് പുറത്തുവിട്ടു. ഇത് പുറത്തുവിട്ടത് UK-യുടെ ഡിഫൻസ് സെക്രട്ടറിയായ ഗ്രാൻഡ് ഷാപ്സ് ആണ് ട്വിറ്ററിൽ കൺഫേം ചെയ്തത്. സോ UK, ജപ്പാൻ, ഇറ്റലി ഈ 3 രാജ്യങ്ങളും ചേർന്ന് ഈ ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാം എന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. ഈ ഒരു പ്രോഗ്രാം വഴി ഞങ്ങൾക്ക് ആവശ്യമായ എയർക്രാഫ്റ്റ് ഞങ്ങൾ തന്നെ നിർമ്മിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു പ്രോഗ്രാമിൽ അധിക പ്രയോജനം ലഭിക്കുന്നത് ജപ്പാനേക്കാൾ UK-ക്കാണ്. UK-യുടെ പക്കൽ യൂറോ ഫൈറ്റർ ടൈഫോൺ ഉണ്ട്, എന്നാലും അതെല്ലാം പഴയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ UK-യുടെ പക്കലുള്ള അതിനവീന വിമാനം എന്ന് പറയുമ്പോൾ അത് F-35 ആണ്. ഓൾറെഡി F-35 വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സോ ഇത് റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ 2035 മുമ്പ് ഈ വിമാനങ്ങൾ നിർമ്മിച്ച് അവരുടെ സേനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2028 ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് 2029 ടെസ്റ്റിംഗ് ആരംഭിച്ച് 2035 ഈ വിമാനങ്ങൾ ഇവരുടെ സേനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് F-22 റാപ്റ്ററിന് കോമ്പറ്റീറ്റർ ആയിരുന്നാൽ കൂടി അമേരിക്കയുടെ 6th ജെൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമായ NGAD-യേക്കാൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. കാരണം ഇതിൽ ഒന്നല്ല 3 രാജ്യങ്ങളുടെ ടെക്നോളജിയാണ് ഒത്തുചേരുന്നത്. ഇതിൽ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണെങ്കിലും ജപ്പാൻ എന്ന രാജ്യം ഇന്നോവേഷനും അതുപോലെ തന്നെ ടെക്നോളജിക്കും പ്രസിദ്ധമായ രാജ്യമാണ്. സോ ഇവർ ഈ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയാണ്. ടെക്നോളജി വൈസ് യാതൊരു പ്രശ്നവും ഇല്ലെങ്കിൽ കൂടി ജപ്പാൻ എന്ന രാജ്യം അമേരിക്കയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്നും അകന്നു പോകാൻ ആരംഭിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ കൺട്രോളിലാണ് ജപ്പാന്റെ മിലിറ്ററി ഉള്ളത് എന്ന്. ഈ ഒരു സമയത്ത് ജപ്പാൻ ആവശ്യമായ പ്രോഗ്രാം ഇവർക്ക് ആവശ്യമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഇനീഷ്യേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകും. സോ വളരെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിന്നും ജപ്പാനെ പുറത്താക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ ജപ്പാനെതിരെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരും. ജപ്പാനും ഈ യുദ്ധവിമാനം വളരെ അത്യാവശ്യമാണ്. UK പോലെ തന്നെ ജപ്പാന് ചുറ്റും ശത്രുക്കളുണ്ട്. ഒരു ഭാഗത്ത് ചൈന, മറ്റൊരു ഭാഗത്ത് റഷ്യ. 2 രാജ്യങ്ങളുടെ പക്കലും 5th ജെൻ എയർക്രാഫ്റ്റ് ഉണ്ട്. റഷ്യയുടെ Su-57 എന്നായാലും ജപ്പാന് ഒരു ഭീഷണി തന്നെയാണ്. ജപ്പാന്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ കണ്ടാൽ തന്നെ അറിയാം ഈ F-35 ജപ്പാന് ഉപകാരപ്രദമാവില്ല. കാരണം F-35 റേഞ്ച് വളരെ കുറവാണ്. ഇനി അഥവാ അധിക റേഞ്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ പാർട്സിൽ ഫ്യൂവൽ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ എക്സ്റ്റേണൽ പാർട്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ F-35 സ്റ്റെൽത്ത് ക്വാളിറ്റി നഷ്ടമാകും. അങ്ങനെ വരുമ്പോൾ ഈ എയർക്രാഫ്റ്റ് 5th ജെൻ ആണെങ്കിൽ കൂടി തീർച്ചയായും റഡാറിൽ കുടുങ്ങും. അങ്ങനെയുള്ളപ്പോൾ ഈ പുതിയ വിമാനങ്ങൾ എങ്ങനെയാവും ജപ്പാന് ഉപകാരപ്രദമാവുക?
ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു F-22 റാപ്റ്ററിനേക്കാൾ സൈസിൽ ഇത് വലുതാണ്. മാത്രമല്ല അധിക റേഞ്ചും കിട്ടും, അധികമായ ആയുധങ്ങൾ കൊണ്ടുപോകാനും പറ്റും. അധികമായി റേഞ്ചുള്ള ഈ വിമാനങ്ങൾ ഇൻഡക്റ്റ് ആകുമ്പോൾ ജപ്പാന് വളരെയധികം എയർ സുപ്പീരിയോറിറ്റി ലഭിക്കും, അതുപോലെ തന്നെ എയർ എൻഡ്യൂറൻസും ലഭിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.